ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ, നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ ഈ അടുത്തിടയ്ക്ക് നടന്ന ഒരു കൺവെൻഷൻ ഒരു പെങ്കൊച്ച് വന്നു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്, വചനം കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ. കുഞ്ഞിനോട് ഇങ്ങനെ സംസാരിച്ചു. ഏകദിന ധ്യാനം കഴിയുമ്പോഴത്തേന് ആൾക്കാരെ കണ്ട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പെങ്കൊച്ചിനെ കണ്ട് കുഞ്ഞൊരു വീൽ ചെയറിലാണ് വന്നത്. മുഖം മുഴുവൻ ശരിക്കും പരിശുദ്ധ അമ്മയെപ്പോലെ ഒത്തിരി ഗ്രേസ്ഫുൾ ആയൊരു മുഖം. പക്ഷേ ആ കുഞ്ഞ് 9-ാം വയസ്സിൽ 10-ാം വയസ്സിലൊക്കെ ടോട്ടലി ഇങ്ങനെ ഒരു ഹാഫ് പാരലൈസ്ഡ് ആയിട്ട് പോയി. അരയ്ക്ക് കീഴ്പോട്ട് അങ്ങനെ ഒരു ചലനശേഷിയില്ല. ഭയങ്കര സിവിയറായ ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ 10-28 വയസ്സായി. എന്ന് വെച്ചാൽ കുറേ അധികം വർഷങ്ങളായിട്ട്, ഏകദേശം 10-20 വർഷത്തോളമായിട്ട് ഈ കുഞ്ഞ് വീൽ ചെയറിലാണ്. ഒരു കൂടെ നല്ല സ്ട്രോങ് ആയിട്ട്, ശരീരത്തെക്കാൾ കൂടുതൽ മനസ്സ് സ്ട്രോങ് ആയിട്ടൊരു അമ്മ കൂടെയുണ്ട്. അമ്മയാണ് കൊച്ചിനെയും കൊണ്ട് എടുക്കുകയും നടക്കുകയും എല്ലാം ചെയ്യുന്നത്. ഇപ്പം ഒരു നല്ല മിടുക്കിയായിട്ട് ഈശോയുടെ ഒരു വലിയ കൃപ നിറഞ്ഞിരിക്കുന്ന കുഞ്ഞാണ്. ഈ കുഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഉള്ളിലെ ഒരു സങ്കടമുണ്ട്. മുഖത്തൊരു പ്രകാശം ഉള്ളപ്പോഴും ഉള്ളിലൊരു സങ്കടമുണ്ട്. എന്താണെന്നറിയോ, ഈശോയെ ഞാൻ എത്ര നാളായി ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, വീണപ്പം മുതൽ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് പോയപ്പം മുതൽ ഈശോ എത്ര നാളായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ ഇടയ്ക്ക് അവൾക്ക് ഒത്തിരി ഗ്രേസ്, ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ കിട്ടി, ജോലി കിട്ടി, എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഈ ഒരു വലിയ ആഗ്രഹം, ഒന്ന് എഴുന്നേറ്റ് നടക്കണം, മറ്റുള്ള അവളുടെ പ്രായത്തിലുള്ള പെൺകുഞ്ഞുങ്ങളെ പോലെയൊക്കെ ഒന്ന് എഴുന്നേറ്റ് നടക്കണം എന്നൊക്കെയുള്ള വലിയ ആഗ്രഹമാണ് എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ. പക്ഷേ അച്ഛൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം ഈ കുഞ്ഞ കസേരയിൽ തന്നെയാണ്. ഒരാളെ പരിചയപ്പെടുമ്പോൾ ചിലപ്പോൾ നമ്മളിപ്പോൾ അയ്യോ അവരുടെ ജീവിതം എന്നുള്ളതല്ലല്ലോ, നമ്മളും ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ചിലപ്പോൾ ഈ പെങ്കൊച്ച് പ്രാർത്ഥിച്ച പോലെ 10-20 വർഷത്തോളം ഒന്നും ചിലപ്പോൾ നമ്മൾ അത്രയും സിവിയറായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല. ഇത്രയൊക്കെ കാത്തിരിക്കാനുള്ള ഒരു ക്ഷമയും ചിലപ്പോൾ നമുക്ക് ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ, നമ്മുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്തുകൊണ്ടൊക്കെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ വർഷങ്ങളോളം പ്രാർത്ഥിച്ച് ചിലപ്പോൾ ചങ്ക് പൊട്ടിയിട്ട് ഈശോയോട് ചോദിച്ചിട്ടുണ്ട്, ഞാനിനി എന്തോരം കാത്തിരിക്കണം, എനിക്കൊരു ഉത്തരം തരാതിരിക്കുന്നതിൻ്റെ ഒരു കാരണമെങ്കിലും പറയാമോ ഈശോ എന്നൊക്കെ ചിലപ്പോൾ ആരാധന ചാപ്പലിലോ വിശുദ്ധ ഗ്രന്ഥത്തിലെ താളുകൾ മറിച്ച് ആ താളുകൾ കണ്ണുനീര് കൊണ്ട് കുതിർത്ത് വരെ നമ്മൾ ചിലപ്പോൾ ചോദിച്ചാൽ ചങ്ക് പൊട്ടി ചോദിച്ചിട്ടുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതുപോലെ ചോദ്യം ചോദിക്കുന്ന ഒരാളെ നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം എടുക്കണം. അതിനകത്തെ 2-3 അധ്യായങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് അതിൻ്റെ അവസാനത്തെ വാക്യമൊക്കെ അറിയാമല്ലോ, മുന്തിരിയിൽ ബലം കണ്ടില്ലേലും അത്തിവൃക്ഷം തളിർത്തില്ലേലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും എന്നൊക്കെ പറയുന്ന സുന്ദരമായ വചനമുള്ള പുസ്തകമാണ് ഹബക്കൂക്കിൻ്റെ പുസ്തകം. അതിൻ്റെ തുടക്കത്തിൽ 1-ാമത്തെ അധ്യായം 2-ാം വാക്യം, 2-ാമത്തെ അധ്യായം 1-ാം വാക്യം, 1-2 and 2-1 ഇതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഹബക്കൂക്ക് 1-2, ഹബക്കൂക്ക് 2-1. 2 ചോദ്യങ്ങൾ പ്രവാചകൻ ഇങ്ങനെ, ഇല്ലെങ്കിൽ അയാളുടെ മനസ്സിലുള്ള ഒരു സങ്കടം പറയാണ്. ഈ കൊച്ചിനെ പോലെ നമ്മളെപ്പോലെയൊക്കെ ഇങ്ങനെ പ്രവാചകൻ പുസ്തകം തുറക്കുമ്പോൾ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവെ, എൻ്റെ ഈ ആവശ്യ നേരത്ത് ഞാൻ ഈ നിലവിളിക്കുന്നത് ഒന്ന് പരിഗണിക്കുക പോലും ചെയ്യാതെ നീ എത്ര കാലം എന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കും? നീ എനിക്കൊരു ഉത്തരം തരാണ്ട് എന്നെ പരിഗണിക്കാതെ നീ എന്തുകൊണ്ട് ഇങ്ങനെ എന്തോരം കാലം എന്നെ ഇങ്ങനെ പിടിച്ചിടും? പ്രവാചകൻ ഇങ്ങനെ സ്വരമൊക്കെ കേൾക്കുന്നുണ്ട്. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത വലിയൊരു അത്ഭുതമൊക്കെ നടക്കാൻ പോകണമെന്നൊക്കെ ഹബക്കൂക്ക് 1:5 നമുക്കറിയാവുന്ന വചനങ്ങളൊക്കെയാണ്. പക്ഷെ പ്രവാചകന് കൺമുമ്പിൽ നോക്കുമ്പോൾ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അയാൾ പക്ഷേ എടുക്കുന്നൊരു തീരുമാനമുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ ഇയാൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ പ്രവാചകൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ കാത്തിരിക്കും, എൻ്റെ കർത്താവ് എപ്പോഴാണ് ഉത്തരം തരുന്നത്? എന്നാ കർത്താവ് വൈകുന്നേ? എന്തായാലും എനിക്കൊരു ഉത്തരം കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുമെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, ചങ്കുപൊട്ടിപ്പോകുന്ന വേദനയാണ്. ചിലപ്പോൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ പോലും തോന്നാത്ത ഒരു സമയത്തായിരിക്കും നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ, അങ്ങനെയെങ്കിൽ ഈശോയ്ക്ക് നിങ്ങൾക്കിത് വായിക്കാൻ പറ്റാത്തൊരു സമയത്തും നിന്നോടിത് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് മാത്രം ഹൃദയത്തിലേക്ക് കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിച്ച് ഇത് ഏറ്റെടുക്ക്. നീ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഈശോയോട് അത്രയും ചേർന്ന് നിന്നിട്ട് പോലും ഈശോയെ നീ എന്തിനാ ഇങ്ങനെ ഒരു പണി എനിക്കിട്ട് പണിതേന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. പണിത് പോട്ട് ഉത്തരം തരാണ്ട് ഒന്ന് മൈൻഡ് പോലും ചെയ്യാണ്ട് എത്ര കാലം എന്നെ ഇങ്ങനെ വലിപ്പിക്കുമെന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഈശോയോട്. നമ്മളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പ്രവാചകൻ ചോദിച്ചു. പക്ഷേ പ്രവാചകൻ ചുമ്മാ ചോദ്യം ചോദിച്ചാൽ മാത്രമല്ല, അയാൾക്കൊരു വിശ്വാസമായിരുന്നു. ഞാൻ കാത്തിരിക്കും എൻ്റെ കർത്താവിന് വേണ്ടി. ഈ പെങ്കൊച്ച്, നമ്മൾ പറഞ്ഞ നമ്മുടെ ഈ കൂട്ടുകാരി കൊച്ച്, ഈശോയുടെ പ്രിയപ്പെട്ട പൈതൽ 10-20 വർഷത്തോളമായിട്ട് കാത്തിരിക്കുകയാണ്. നിങ്ങൾ എത്ര വർഷമായിട്ട് കാത്തിരിക്കാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ 2 ആഴ്ച ആയി കാണുള്ളൂ ഒരു കാര്യത്തിന് വേണ്ടി. ഈശോ ഇതന്നെ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. കാത്തിരിപ്പിനൊരു കൃപ വേണം. എളുപ്പമല്ല എല്ലാവർക്കും. പക്ഷെ ഒരിക്കലും ഈശോയുടെ ഒരു സ്പർശനം കിട്ടിയ ഒരാൾക്ക് എളുപ്പമല്ലെങ്കിലും നമ്മൾ പിടിച്ചു നിൽക്കും, നമ്മൾ കാത്തിരിക്കും. കാരണം നമുക്ക് പ്രത്യാശയ്ക്ക് ഇവിടെ വേറെ ഒരു വഴിയില്ല, വേറൊരാളുമില്ല, വേറൊരു ദൈവമില്ല ഈശോ അല്ലാതെ. കാലങ്ങളോളം നിങ്ങൾ കാത്തിരുന്നിട്ട് ഇപ്പോഴും നിങ്ങൾ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, നിങ്ങൾ പിടിച്ചിരുന്നതല്ല, ഈശോ നിങ്ങളെ പിടിച്ചു നിർത്തിയതും ഈശോ നിങ്ങളെ പിടിച്ച് ഈശോയുടെ മടിയിലിരുത്തിയതുമാണ്. ഇല്ലെങ്കിൽ നമ്മളെപ്പോഴേ തവിടുപൊടിയായിട്ട് ഉരുണ്ട് വരണ്ട് താഴെ വീണേനെ. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു അത്ഭുതം നടക്കുമെന്ന് വചനം 1000 തവണ കേട്ടിട്ടും ഇന്നും ഒരു സങ്കടത്തിൽ നിൽക്കുകയാണ്. ഈശോ എന്നെ കൈവിട്ടോന്ന് ചോദിക്കുകയാണെങ്കിൽ ഹബക്കൂക്ക് പ്രവാചകനിലൂടെ ഈശോ നമ്മളോട് പറയുന്ന ഒറ്റ കാര്യമാണ്,
നീ കാത്തിരിക്കണം. നിന്നോട് പറഞ്ഞ വാക്കിന് മാറ്റം ഉണ്ടാവില്ല. നിന്നോട് പറഞ്ഞത് മാറത്തില്ല. വാഗ്ദാനം ചെയ്ത ഞാൻ നിന്നെ പറ്റിക്കത്തില്ല. ഹൃദയവിശുദ്ധിയോടെ വിശ്വസ്തയോടെ നീ കാത്തിരിക്കുക മാത്രം ചെയ്യുക. ഈശോ അത് ആവശ്യപ്പെടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് ഹൃദയത്തിലേക്ക് ഡൈജസ്റ്റ് ചെയ്തെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഈശോയെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം അവസാനിക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ വാക്ക് ഇങ്ങനെയാണ്: കാത്തിരിക്കുമ്പോൾ ഉള്ളിൽ കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. കാരണം കാത്തിരിക്കുന്നത് നാട്ടുകാർക്ക് വേണ്ടിയോ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയോ വാഗ്ദാനം തന്ന് പറ്റിച്ചവർക്ക് വേണ്ടിയിട്ടല്ല, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ എൻ്റെ കർത്താവിന് വേണ്ടിയിട്ടാണ്. ഞാൻ ആ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ കാൽമുട്ടുകൾക്ക് അവൻ ബലം നൽകും. ഈ കലമാൻ പേടയെ പോലെ ഞാൻ തുള്ളിച്ചാടും. ഉന്നതങ്ങളിലൂടെ കർത്താവ് എന്നെ നടത്തുമെന്ന് പ്രവാചകൻ നമുക്ക് വേണ്ടിയും കൂടെ സംസാരിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത ശാരീരികമായ ബുദ്ധിമുട്ടായിരിക്കില്ല, അതിനെക്കാട്ടും വലിയ മനസ്സ് ഇടിഞ്ഞ് ഇരുട്ടത്ത് നിൽക്കുകയായിരിക്കും. ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞ്, ഇന്ന് അങ്ങനെ ഒരു ഇരുട്ടിലാണ് നീയെങ്കിൽ ഹബക്കൂക്ക് 3:19 പറഞ്ഞേക്കുന്ന പോലെ ഈശോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന നീ ഈശോയെ ആണ് കാത്തിരിക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് ആനന്ദിക്കുക. സങ്കടപ്പെടുത്തുന്ന 100 കാര്യങ്ങൾ കിടക്കുമ്പോൾ ആനന്ദിപ്പിക്കാൻ ഈശോ ഇവിടെയുണ്ട്. ഈശോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളത് നിൻ്റെ ഉള്ളിലൊരു ആനന്ദം തരട്ടെ. നിൻ്റെ കാൽമുട്ടുകളെ കർത്താവ് ബലം നൽകും. കലമാനെപ്പോലെ നീ തുള്ളിച്ചാടും. കർത്താവ് നിന്നെ ഉന്നതങ്ങളിലൂടെ സവാരി ചെയ്യിപ്പിക്കും. നീ കാത്തിരിക്കുന്നത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ലല്ലോ. വാക്ക് പറഞ്ഞ മാറാത്ത, വാക്ക് മാംസമായി വന്ന ഈശോയ്ക്ക് വേണ്ടിയിട്ടല്ലേ. അവൻ മാറില്ല, അവൻ വാക്ക് മാറ്റില്ല. പ്രത്യാശയോടെ കാത്തിരിക്കാൻ ഈശോ നിങ്ങളെ സഹായിക്കട്ടെ. ഈശോയുടെ വചനങ്ങൾ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ഈശോയുടെ വചനത്തിൻ്റെ ശക്തിയിൽ ഈശോയോട് നിങ്ങളെപ്പോലെയൊക്കെ ചോദ്യം ചോദിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ ഈശോ എനിക്ക് ഉത്തരം തന്നതിൻ്റെ ഉറപ്പിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈശോയുടെ നാമം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.